ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? Let's discuss about different kinds of cardiac arrest or heart attacks. For example, പ്രായം കൂടുന്തോറും എനിക്കും എൻ്റെ വീടിനും വയ്യാതായി തുടങ്ങി. അപ്പൊ ശരിക്കും സംഭവം എന്തോന്ന് വെച്ചാൽ ഇവളെ കൊണ്ടുവന്നിട്ട് ഏകദേശം 45 ദിവസം ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവൾക്ക് എന്നെയാണോ ഇഷ്ടം അതോ ഫുഡിനോടാണോ ഇഷ്ടമെന്ന്. ഇപ്പൊ നമ്മൾ ഇവൾക്ക് ഡ്രൂൾസ് കൊടുക്കാൻ പോവാണ്. അതായത് ഡ്രൂൾസ് ഇട്ട് കൊടുക്കും. എന്നാൽ ഞാൻ ഈ ഫുഡ് വെക്കാൻ നേരത്തെ ചെറിയൊരു ഡ്രാമ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അവള് ഫുഡിലാണോ നോക്കുന്നത് അത് എന്നെയാണോ ഇഷ്ടം എന്ന് മനസ്സിലാക്കാൻ പറ്റും. നാളെ വന്നു ഗൈസ്, നമ്മൾ ഫുഡ് എടുത്തപ്പോൾ തന്നെ ആളിവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം, ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയേ. സാധനം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്നോടാണോ ഇഷ്ടം അതോ ഫുഡിനോടാണോ നമുക്ക് സെറ്റ് ചെയ്യാൻ പോവാണേ. ഗൈസ്, നമ്മുടെ അഭിനയം തുടങ്ങാൻ പോവാണേ. ആള് നോക്കിയിരിപ്പുണ്ട്. ജസ്റ്റ് ഒന്നൊന്ന് കൊടുത്തു നോക്കാവേ. എനിക്ക് വയ്യാതെ കിടക്കും. എങ്കിലും ഞാൻ തോൽവി സമ്മതിച്ചില്ല. അതുപോലെ തന്നെ അഭിനയം കണ്ടിന്യൂ ചെയ്തു. അച്ഛന് വയ്യ, അച്ഛന് വയ്യ, അച്ഛന് വയ്യ. ആ പാത്രം ഇവിടെ വെച്ചിട്ട് ഓടി മാറി. എടി സാറ, അച്ഛന് വയ്യാന്ന്. കടിക്കില്ലേ സാറാ? എന്നെ രക്ഷിക്കും സാറാ. സാറാ രക്ഷിക്ക്. തീർന്നു. ഇനിയും നോക്കണ്ട. ഇനിയല്ലേ എന്നെ ഒന്നൊന്ന് രക്ഷിക്കാം. സാറാ രക്ഷിക്ക്. സാറാ ബാക്കി ഫുഡ് തപ്പാൻ പോവാ അവള്. ഇപ്പൊ നിനക്ക് നല്ല ശൗര്യമുണ്ട്. സാറാനോ ഇതിപ്പോ ഇവിടെ എന്നെ കടിച്ചു കൊല്ലുമല്ലോ. വേറെ ആരും കൊല്ലേണ്ട വരത്തില്ലല്ലോ. സൗണ്ടൊക്കെ കൂടി പേടിക്കണ്ട, നമ്മളെ ആരും കൊല്ലത്തില്ല. നമ്മളെ പുറത്തുനിന്ന് ആരും വന്ന് കൊല്ലത്തില്ല. ഇവിടെ നമ്മളെ കൊന്നോളൂ. വേറെ ആരെയും കൊല്ലത്തില്ല. വേറെ ആരെയും കൊണ്ട് നമ്മളെ കൊല്ലാൻ പറ്റത്തില്ല. കളി നിർത്തി. നിങ്ങൾക്കൊരു ഡോഗിനെ മേടിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ദ ബീഗിൾ. മേടിക്കൂ, വലിച്ചിരിക്കൂ. അങ്ങനെ പവനായി ശവമായി. എന്തുവാടി എന്നെ നോക്കണം. എനിക്ക് വയ്യാടി സാറ, എനിക്ക് വയ്യ. എവിടെ ഇടി സാറ, എനിക്ക് വയ്യാന്ന്. സാറാ അതെ, ഇനി ഇപ്പോൾ നോക്കണം. ഒറ്റ കാര്യം ചെയ്താൽ മതി. മൂമാറുന്നുണ്ട്. എന്തുവാ നല്ലൊരു ഡോഗിനെ നോക്കി മേടിക്കുക. ബീഗിളാകുമ്പോ സെറ്റാണ്. നമുക്ക് എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫുഡൊന്നും ഒരിക്കലും പോകത്തില്ല. നമുക്ക് എന്ത് വന്നാലും വിഷയമേ അല്ല അവർക്ക്.